ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വണ്ടിയുടെ കുറച്ച് ലെയ്ത്ത് വർക്കൊക്കെ പെൻഡിങ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ടീ സ്റ്റമ്പ് ചെറിയ ബെൻഡുണ്ട്. വണ്ടി എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് എവിടെ ഇടിച്ചിട്ടോ വലിയ ഗട്ടറിലൊന്നും ശ്രദ്ധിക്കാതെ ഇതുവരെ കൊണ്ടിട്ടൊന്നുമില്ല. പക്ഷെ എങ്ങനെയാണ് അത് ടീ സ്റ്റമ്പിൽ ചെറിയ ബെൻഡുണ്ട്. വണ്ടി കുറച്ച് നാളായിട്ട് ഓട്ടിക്കുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലോട്ട് ചെറിയൊരു പിടുത്തം ഉണ്ടായിരുന്നു. അപ്പോൾ കോൺഫെറ്റിൻ്റെയാണെന്നാണ് ആദ്യം വിചാരിച്ചത്. കോൺഫെറ്റ് ചേഞ്ച് ചെയ്തിട്ടും ആ ഇഷ്യൂ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ സംഭവം ഇതിൻ്റെ ടീ സ്റ്റമ്പ് ഇനി ലേത്തി കൊടുത്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് റോഡിൽ ഓട്ടിക്കുമ്പോൾ മാത്രമേ നമുക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റൂ. വണ്ടി ഹാൻഡിൽ ചെറുതായിട്ടൊന്ന് റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് ഇതേ കണക്കിരുന്നാൽ മാത്രമേ വണ്ടി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനിൽ പോകത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾക്കൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നൂത്ത് കഴിഞ്ഞാൽ വണ്ടി വേറെ ഡയറക്ഷനിലോട്ട് പോകും. അപ്പോൾ അതിനുവേണ്ടി ഈ ടീ സ്റ്റമ്പ് ഒന്നില്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ലേറ്റി കൊടുത്ത് നോക്കാം. ഇപ്പോൾ ഫണ്ട് കുറച്ച് ഷോർട്ടേജ് ആയതുകൊണ്ട് നമുക്കിത് ലേറ്റി കൊടുത്ത് നോക്കാനേ നിർവാഹമുള്ളൂ. അപ്പോൾ ഈ ടീ സ്റ്റമ്പ് അഴിക്കണം. ഈ രണ്ട് സ്റ്റമ്പും അതിലിട്ട് സെറ്റ് ചെയ്ത് ഈ അപ്പർ ഹബ്ബ് കൂടെ അതിലിട്ട് വേണം നമ്മൾ ലേറ്റി കൊടുക്കാൻ. അപ്പോൾ അവർ കറക്റ്റ് അലൈൻമെൻറ്റ് നോക്കി അത് നമുക്ക് പഴയ രീതിക്ക് സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇവിടെ നിന്ന് സ്വന്തമായിട്ട് അയച്ചു കഴിഞ്ഞാലും ഇവിടെ അടുത്തൊന്നും ലേറ്റില്ല, പിന്നെ അത് ഊരിക്കൊണ്ടുപോകാൻ പാടായിരിക്കും. അതുകൊണ്ട് വണ്ടി ഓടിച്ച് ലേത്തിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇത് അഴിച്ചതിന് ശേഷം ടീ സ്റ്റമ്പ് ലേറ്റി കൊടുത്ത് നോക്കാം. അപ്പോൾ വണ്ടിയുടെ ടീ സ്റ്റമ്പ് അഴിക്കുന്ന പരിപാടിയൊക്കെ തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ വണ്ടിയുടെ ടീ സ്റ്റമ്പ് ഊരിയെടുത്തിട്ടുണ്ട്. ഇത് ലേറ്റി കൊടുക്കാൻ നേരത്തെ ടീ സ്റ്റമ്പും വേണം, ഈ അപ്പർ ബ്രാക്കറ്റും ഇതെല്ലാം കൂടെ ഒത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണോ നോക്കാൻ വേണ്ടി. അപ്പോൾ ഇനി നമുക്ക് ലേറ്റിപ്പിലോട്ട് പോകാം. കേസ് അങ്ങനെ വണ്ടിയുടെ ബെൻഡ് നമ്മൾ നൂത്ത് കഴിഞ്ഞു. ഏകദേശം ഒരു 350 രൂപ ആയിട്ടുണ്ട്. ഇനി ഇത് വണ്ടിയിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. കേസ് അപ്പോൾ സ്റ്റമ്പ് അഴിച്ച് നോക്കാൻ നേരത്തെ എന്തായാലും ഓയിൽ സീലെല്ലാം മാറാമെന്ന് വിചാരിച്ച് ഇനി ഇതെടുത്ത് സെറ്റ് ചെയ്ത് എല്ലാം കൂടെ വണ്ടിയിലോട്ട് കയറ്റണം. കുറച്ച് പരിപാടിയുണ്ട്. കേസ് അപ്പോൾ ഇത് ലേറ്റി കൊടുത്ത് ടീ സ്റ്റമ്പ് കറക്റ്റായിട്ട് ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലേത്തിൽ എനിക്കൊരു 350 രൂപയാണ് റേറ്റ് വന്നത്. പിന്നെ ഇതിൻ്റെ ഫിറ്റിങ്സും എല്ലാം കൂടെ ചേർത്ത് എനിക്ക് അതുമാത്രം ഒരു 800 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കറക്റ്റ് സാധനം സെറ്റാണ്.